അയാളുടെ പന്തുകൾക്ക് തീക്ഷ്ണതയുണ്ട്, ലക്ഷ്യത്തിന് കൃത്യതയുണ്ട്. പരിക്കുകൾ വേട്ടയാടിയപ്പോഴും വിവാദങ്ങൾ വലയം ചെയ്തപ്പോഴും എല്ലാം ആ കൈകളിലെ സ്പീഡ് കുറഞ്ഞില്ല. 2026 IPL ഹൈദരാബാദിനെതിരെ ലക്നൌവിന് വേണ്ടി 4 ഓവറിൽ 9 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തി മുഹമ്മദ് ഷാമി നടത്തിയ പ്രകടനം ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. രാജാവ് മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന്. ഉത്തർപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ബംഗാളിലെ ക്രിക്കറ്റ് മൈതാനത്തിലേക്കുള്ള ദൂരം ഷമി താണ്ടിയത് കഠിനാധ്വാനം കൊണ്ട് മാത്രമായിരുന്നു. പിച്ചുകളില്ലാത്ത ഗ്രാമത്തിൽ നിന്ന് ലോകം കീഴടക്കാൻ അയാൾക്ക് കരുത്തായതോ അച്ഛൻ്റെ പിന്തുണയും. 2013 പാകിസ്ഥാനെതിരായ ഏകദിന അരങ്ങേറ്റത്തിൽ 4 മെയ്ഡൻ ഓവറുകൾ എറിഞ്ഞ് ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഷമി തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്താൻ തുടങ്ങിയത്. 2015 ലോകകപ്പിൽ മുട്ടിനേറ്റ കടുത്ത പരിക്ക് അവഗണിച്ചാണ് ഷമി രാജ്യത്തിനായി പന്തെറിഞ്ഞത്. ഓരോ പന്തെറിയുമ്പോഴും വേദന കൊണ്ട് അയാൾ പൊളഞ്ഞു. പക്ഷേ ഓരോ വിക്കറ്റ് വീഴ്ത്തിയപ്പോഴും അയാൾ അതെല്ലാം മറന്നു. പിന്നീട് വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ തകർച്ചകൾ അദ്ദേഹം നേരിട്ടു. BCCI കരാറ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എന്നാൽ ഫിറ്റ്നസിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റത്തിലൂടെ അയാൾ വീണ്ടും പടക്കളത്തിലേക്ക് തിരിച്ചെത്തി, കൂടുതൽ കരുത്തനായി. ഷമിയുടെ കരിയറിലെ ഏറ്റവും മോശം കാലഘട്ടമായിരുന്നു 2018. വ്യക്തിപരമായ ജീവിതത്തെ തകർച്ചകൾ, കോടതി കേസുകൾ, ആത്മഹത്യാ ചിന്തകൾ വരെ ആ സമയത്ത് തന്നെ വേട്ടയാടിയെന്ന് ഷമി പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മൈതാനത്തേക്ക് എത്തിയപ്പോൾ അദ്ദേഹം അതെല്ലാം മറന്നു. കഠിനമായ പരിശീലനത്തിലൂടെ തൻ്റെ ശരീരം വാർത്തെടുത്തു. 2019 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഹാട്രിക് നേടിയ ശേഷം താൻ തിരിച്ചെത്തിയെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഹീറോ അത് ഷമി തന്നെയായിരുന്നു. ആദ്യം 4 മത്സരങ്ങളിൽ ടീമിന് പുറത്തായിരുന്നിട്ടും ഹാർദിക് പാണ്ഡ്യയുടെ പരിക്ക് ഷമിക്ക് ടീമിലേക്കുള്ള വഴി തുറന്നു. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ 7 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഏകദിനത്തിലെ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച പ്രകടനം ഷമി പുറത്തെടുത്തു. ആ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരവും ഷമി തന്നെയായിരുന്നു, 24 വിക്കറ്റുകൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം IPL 2026 ലക്നൗ സൂപ്പർ ജയൻസിന്റെ കുപ്പായത്തിൽ ഷമി പന്തെറിയാനെത്തിയപ്പോൾ പഴയ കൃത്യതയ്ക്കും വേഗതയ്ക്കും ഒരു കുറവും വന്നില്ല. അല്പം കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഹൈദരാബാദിന്റെ തകർപ്പൻ ഓപ്പണിംഗ് ജോഡിയായ ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയും തന്റെ 2 ഓവറുകളിൽ തന്നെ കൂടാരം കയറ്റിക്കൊണ്ട് ഷമി ഒരിക്കൽ കൂടി തെളിയിച്ചു താൻ ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളാണെന്ന്. മത്സരത്തിൽ ഷമി എറിഞ്ഞ ആ സ്പെല്ലിനെ പുകഴ്ത്താൻ മറ്റു വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഒരു T20 മത്സരമാണെന്ന് ഓർക്കുക, അതും ഇന്നത്തെ കാലത്ത് റൺ ഒഴുകുന്ന പിച്ചിൽ നടക്കുന്ന മത്സരത്തിൽ. ഇന്ന് വമ്പനടികളുടെ T20 കാലത്തും ഷമി ക്ലാസ്സായി തുടരുകയാണ്. അർഹിച്ച അംഗീകാരങ്ങൾ ഇനിയും തന്നെ തേടി വരുമെന്ന പ്രതീക്ഷയോടെ തന്നെ.